ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നാട് വിട്ട് പോവാണ് ഗൈസ്. ഞാൻ എങ്ങോട്ടാണ് പോണേന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ട്രെയിനിലാണ് പോകുന്നത്. ഇപ്പോൾ ദേ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. 2 മണി ആ സമയത്താണ് ട്രെയിനുള്ളത്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. അപ്പോൾ ഇത് കൊണ്ടുപോകാനുള്ള ലഗേജ് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനും അച്ഛനും അമ്മയൊക്കെ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഓട്ടോ വന്നു. നമ്മളെല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഈ ചേട്ടൻ്റെ ഓട്ടോയിലാണ് പോകാറുള്ളത്. പിന്നെ എനിക്ക് അത്ര സന്തോഷമില്ലാത്തത്, എനിക്കിങ്ങനെ കുറച്ച് ദിവസം വീട്ടിലൊക്കെ നിന്ന് പോകുമ്പോൾ ഇച്ചിരി സങ്കടം ഉണ്ടായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് മാറും, പക്ഷെ എന്നാലും സങ്കടം കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഗൈസ്. എൻ്റെ വണ്ടി വരാനായിട്ടുള്ള ടൈമൊന്നും ആയിട്ടില്ല. അതിനേക്കാളും കുറച്ച് നേരത്തെയാണ് നമ്മൾ വന്നേക്കുന്നത്. നമുക്ക് പ്ലാറ്റ്ഫോം നമ്പറൊക്കെ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ വെയിറ്റ് ചെയ്യാണ് ഇവിടെ. അപ്പോൾ ട്രെയിനൊക്കെ വന്ന് ഞാൻ ട്രെയിനിലൊക്കെ കയറി ഗൈസ്. ട്രെയിനിൽ കയറുമ്പോൾ ഉള്ള ദൃശ്യങ്ങളും ബൈ ബൈ പറച്ചിലുകളും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അതുകൊണ്ട് ആരും എടുത്തു തരാനൊന്നുമില്ല ഗൈസ്. പിന്നെ ഫുൾ തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. ഒത്തിരി പേര് തൃശ്ശൂരിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സീറ്റിലൊക്കെ വന്നിരുന്ന് സെറ്റായി. എനിക്ക് ശരിക്കും അപ്പർ സൈഡിലാണ് സീറ്റ്. ജസ്റ്റ് ഞാൻ അപ്പോൾ താഴെ വന്നിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാൻ താഴെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണായിരുന്നു. ഭാരതപ്പുഴയുടെ അവിടെ എത്തി. അപ്പോൾ ഞാൻ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞങ്ങളുടെയാണ് നാട് വിടണേന്ന് പറയാം. ഞാൻ പോകുന്നത് പഞ്ചാബിലേക്കാണ് ഗൈസ്. എൻ്റെ ഹസ്ബൻഡ് അവിടെയാണ് ഉള്ളത്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കുറേ നേരം കാഴ്ചയൊക്കെ കണ്ടിരുന്നു മടുത്തപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു മുകളിൽ കയറി കിടക്കാമെന്ന്. അപ്പോൾ ഇത് തേർഡ് AC ആണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെ പുതപ്പും ഇതൊക്കെ കിട്ടും, എല്ലാവർക്കും അറിയായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വിശക്കാൻ തുടങ്ങി ഗൈസ്. എനിക്ക് അങ്ങനെയാണ്, ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുർക്കുറി ഉണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ കറുമുറാന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഉറക്കം തൂങ്ങി ചാവാറായിട്ടുള്ള മുഖമാണ് ഗൈസ്. ഇത് ഞാൻ കരയുന്നതല്ല, തെറ്റിദ്ധരിക്കരുത്. എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരികയാണ്. ഉറക്കം വന്നിട്ട് വയ്യ. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ ദേ വിളിച്ച് എണീപ്പിച്ചത് ഇതാ മുതലാണ്. ഇവൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഇവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഭയങ്കര ബുദ്ധിയാണ് ചെറുക്കന്. ഇവൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് ആകെ കളിക്കണം, തിന്നണം, ഉറങ്ങണം, TV കാണണം, കാണണം, ഈ ഒരു വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ കാരണം എന്തേ വീണ്ടും എനിക്ക് വിശക്കാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ ദേ ഞാൻ ഒരു ക്യാരറ്റ് പുഡിങ് കേക്ക് എടുത്ത് കഴിച്ചു. നൈറ്റായിപ്പോൾ ഇവന്മാർ AC കൂട്ടിയിട്ടുണ്ട്. തണുത്ത് ഞാൻ വിജിലിമ്പിച്ച് തുടങ്ങി. എനിക്ക് തണുപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല, അധികം തണുപ്പ്. എനിക്ക് അതിൻ്റെ ശൂശി വയ്ക്കാനും തോന്നുന്നുണ്ട്. ഫുഡും കഴിക്കണം, ഇനി താഴത്തേക്ക് ഇറങ്ങണമല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയറിയത് 2 മണിക്കാണ്. ഇപ്പോൾ 8 മണിയായി. എനിക്ക് വീണ്ടും വിശന്ന് തുടങ്ങി ഗൈസ്. അപ്പോൾ ഫുഡ് കഴിക്കണം. ഇത് അമ്മയുടെ പൊതിച്ചോറാണ്. ഞാൻ എല്ലാ പ്രാവശ്യം ഇങ്ങനെ പോകുമ്പോൾ പൊതിച്ചോറ് കൊണ്ടുപോകാറാണ് ചെയ്യാറുള്ളത്. എനിക്ക് ട്രെയിനിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഇങ്ങനെ പൊതിച്ചോറൊക്കെയാണ് എടുക്കാറുള്ളത്. ചാറുകറിയൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചാറുകറി വെച്ച് കഴിഞ്ഞാൽ അത് ലീക്കായി പോവും. അപ്പം ഞാൻ അങ്ങനെ പൊതിയൊക്കെ തുറന്നിട്ടുണ്ട്. ചമ്മന്തി ഉണ്ട്, ദേ കുട്ടിമീനുണ്ട്, പിന്നെ ഒരു മുട്ട പൊരിച്ചതും ഉണ്ട്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ആ ചമ്മന്തി മാത്രം മതി. അതും ചോറുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. പൊതിച്ചോറും കൂടി ആയിരുന്നുകൊണ്ട് വേഗം ഞാൻ കഴിച്ചു. എനിക്ക് കഴിക്കാനുള്ള ആവേശം കൂടുതലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൊതിച്ചോറൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു ഗൈസ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. നമ്മുടെ ചെറുക്കനെ ഇവിടെ തകർക്കുകയാണ്. അവൻ ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്.
അപ്പോൾ എനിക്ക് ഉറക്കം വന്നതേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതുമാതിരി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നാളെ കാണാം. ബൈ. അപ്പോൾ ലൈറ്റൊക്കെ ഓൾമോസ്റ്റ് ഓഫ് ചെയ്ത് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങിയത് നോക്കിയേ, ഈ വൈറ്റ് പുതപ്പിട്ടിട്ട് ഇങ്ങനെ ആൾക്കാർ കിടക്കണം കാണുമ്പോൾ തന്നെ പേടിയാവണം. ഇത് മാറ്റി പിടിച്ചൂടെ, വല്ല റെഡോ ബ്രൗണോ അങ്ങനെ എന്തെങ്കിലും ആക്കിക്കൂടെ? അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചേട്ടൻ തകർക്കുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ.